മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. വെള്ളനാട് ശശിയുടെ നേതൃത്വത്തിൽ ബാങ്ക് തകരാൻ പോവുകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തി. നിക്ഷേപകർ കൂട്ടമായി എത്തി പണം പിൻവലിച്ചതോടെ മോഹനൻ മാനസിക സമ്മർദ്ദത്തിലായെന്നും കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചു. വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആത്മഹത്യാ കുറിപ്പും പുറത്തുവിട്ടു. തിരുവനന്തപുരം മുണ്ടേലയിലുള്ള രാജീവ് ഗാന്ധി കോപ്പറേറ്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്ന മുണ്ടേല മോഹനൻ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില ആരോപണങ്ങൾ കോൺഗ്രസ് വിട്ട് CPMൽ ചേർന്ന വെള്ളനാട് ശശിക്കെതിരെയും ബാങ്കിലെ മറ്റ് ജീവനക്കാർക്കെതിരെയും ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുണ്ടേല മോഹനൻ്റെ 2 മക്കൾ, അവർ രണ്ടുപേരും കൃപയും ലക്ഷ്മിയും, കൃപയും കൃഷ്ണയും 2 പേർ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് ഇങ്ങനെയൊരു അലിഗേഷൻ വരാൻ? നേരത്തെ ചില സാമ്പത്തികമായ ക്രമക്കേടുകൾ അവിടെ നടന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. പക്ഷേ ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അച്ഛൻ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വളരെയധികം മാനസിക സംഘർഷത്തിലാണ് എന്നോട് കുറച്ച് ഓപ്പണപ്പ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെള്ളനാട് ശശി, അതായത് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി ഇപ്പോൾ CPM നേതാവാണ്. അപ്പം പുള്ളിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയും ആ ബാങ്കിലുള്ള ഒരു 4 ജീവനക്കാരികളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നോട്. അപ്പം അതാണ് എനിക്കറിയാവുന്ന ഭാഗം. എന്താണ് ഇത് ആത്മഹത്യ നോട്ടാണ് അല്ലേ? അത് പോലീസ് കണ്ടെത്തിയത്? ഇത് പോലീസ് അച്ഛൻ മരിച്ച ടൈമിൽ കണ്ടെത്തിയ ആത്മഹത്യ നോട്ടാണ്. ഇതിൽ നിന്ന് ആദ്യത്തെ പ്രതിസ്ഥാനത്ത് അച്ഛൻ പറയുന്നത് വെള്ളനാട് ശശി, പിന്നെ കാട്ടാക്കട AR ബിനിൽ, പിന്നെ മഞ്ജു അക്കൗണ്ടന്റ്, അശ്വതി, മായ, അർച്ചന, ശ്രീജ, ഇവർ 6 പേരുടെ പേരാണ് അച്ഛൻ ഇത് എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, അച്ഛൻ ഒത്തിരി മുന്നേക്ക് ഒത്തിരി സഹായിച്ചവരാണ് ഇവർ, എന്നിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാണ് എന്നുള്ള രീതിയിൽ എന്നോട് വളരെ വിഷമമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 56 കോടി രൂപയുടെ അധികം നിക്ഷേപം ഉണ്ടായിരുന്ന ഒരു സർവീസ് സഹകരണ പ്രസ്ഥാനമായിരുന്നു ഇത്. അപ്പം അവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ ഈ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എത്ര കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുഴുവനായി പിൻവലിച്ച്, അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പൈസയുടെ കറക്റ്റായിട്ടുള്ള കണക്കുകളൊന്നും നമുക്ക് എന്താ പറയുക, ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളനാട് ശശി അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേരാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനത് വിസമ്മതിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം പുള്ളി ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുകയും ബാക്കി എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പുള്ളി ഇവിടെ രാജീവ് ഗാന്ധിയിൽ ഇട്ടിരുന്ന ഒരു വലിയൊരു തുക ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അത് പിൻവലിച്ചിരുന്നു. അപ്പോൾ വെള്ളനാട് ശശി അത് പിൻവലിച്ചിരുന്നു. അതിനുശേഷം ബാക്കി കുറച്ചെന്തോ കൊടുക്കാനുണ്ടായിരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ എന്നും വരുമായിരുന്നു. എന്നും രാത്രി ഒരു സന്ധ്യ കഴിയുമ്പോഴത്തേക്കും, ഒരു ഇരുട്ടി കഴിഞ്ഞാൽ പുള്ളി എന്നും അവിടെ ഗേറ്റിൽ വന്ന് കിടന്ന് അടിക്കുകയും തിണ്ണയിൽ തോർത്ത് വിരിച്ച് കിടക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പോൾ എന്തായാലും ഈ വെള്ളനാട് ശശിക്കെതിരെയും മറ്റ് ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെയും ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഈ ആക്ഷേപങ്ങളിൽ ഏത് തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മുണ്ടേല മോഹനൻ അദ്ദേഹം ഈ മരിക്കുന്നതിന്, ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കൂടി കേട്ടതിന് ശേഷം ഡാൻ കുര്യനിലേക്ക് പോകും. കഴിഞ്ഞ 9-10 മാസമായി കുറെ വാസ്തവവിരുദ്ധമായ പ്രചരണത്തിന്റെ ഭാഗമായി വൻതോതിൽ ഞങ്ങളുടെ നിക്ഷേപം പിൻവലിക്കപ്പെടുകയുണ്ടായി. ഒരു 10 months ബിഫോർ, 10 മാസത്തിന് മുമ്പ് വരെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 56 കോടി നിക്ഷേപം ഉണ്ടായിരുന്ന സംഘമാണ്. ഈ 10 മാസം കൊണ്ട് ഞങ്ങൾ 26 കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഞങ്ങളുടെ വിഷയം. അതിന് പിന്നിൽ വലിയൊരു സംഘടിതമായ ഒരു ദുഷ്പ്രചരണമാണ്. അദ്ദേഹം നടത്തിയൊരു വാർത്താ സമ്മേളനമാണ്, പ്രസ് ക്ലബിൽ നടത്തിയൊരു വാർത്താ സമ്മേളനമാണ് പ്രേക്ഷകർ കണ്ടത്. ആത്മഹത്യക്ക് തൊട്ട് മുൻപ് അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ്. അതിൽ തനിക്കെതിരെയും തന്റെ ബാങ്കിനെതിരെയും മറ്റും സംഘടിതമായ ഒരു പ്രചാരണം നടന്നു. അതിന് പിന്നിൽ വെള്ളനാട് ശശിയാണ് എന്ന് സ്പഷ്ടമാക്കുകയായിരുന്നു അദ്ദേഹം. ഡാൻ കുര്യൻ നമ്മോടൊപ്പം ചേരും. ഡാൻ, ഇത് ഈ കുടുംബത്തിന്റെ ആരോപണം, ആത്മഹത്യാക്കുറിപ്പിലടക്കം ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടോ? ആത്മഹത്യാക്കുറിപ്പ് അനുസരിച്ച് ഏതെങ്കിലും തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമോ?
രഞ്ജിത്ത്, അസ്വാഭാവിക മരണത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അരുവിക്കര പോലീസാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടായതായോ അല്ലെങ്കിൽ ഈ കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ സംബന്ധിച്ച പരാതിയിൽ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ആരിൽ നിന്നേലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതായിട്ടുള്ള ഒന്നും സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും അവർ നമ്മളോടും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇനി വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവരാണ് ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി നൽകേണ്ടത്. ഗൗരവതരമായ ആരോപണമാണ് വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ 6 പേർക്ക് എതിരെയാണ് ഈ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ കുടുംബവും അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിലും ഈ 6 പേരുടെ പേര് തന്നെയാണ് പറയുന്നത്. പക്ഷേ 56 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തിൽ പെട്ടെന്ന് 10 മാസത്തിനിടയിൽ 26 കോടി രൂപ പിൻവലിക്കുന്ന ഒരു സാഹചര്യം, ബാങ്ക് തകരാൻ പോവുകയാണെന്ന ഒരു വ്യാജ പ്രചാരണം നടന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെയാണ് കുടുംബം മുമ്പോട്ട് വെക്കുന്നത്. അതിനിടയിൽ ആത്മഹത്യയിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? പെട്ടെന്ന് അങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുകയായിരുന്നു ഈ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹത്തിന്റെ മക്കൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അരുവിക്കര പോലീസിന് പരാതി നൽകിയതിനു പുറമെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൂടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. വിശദമായ ഒരു അന്വേഷണം നടന്ന് യഥാർത്ഥ സത്യം പുറത്തു വരണം എന്ന ഒരു ആഗ്രഹത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ നമുക്കറിയാം, വെള്ളനാട് ശശിയുമായി ബന്ധപ്പെട്ട് പാർട്ടി വിടുന്നു, പിന്നെ അവിടെ പ്രാദേശികമായ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അദ്ദേഹം ചില ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ ബാങ്കിനെതിരെ അല്ലെങ്കിൽ ഈ മോഹനെതിരെ ഇത്ര വലിയ വൈരാഗ്യം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മുണ്ടേല മോഹനെയും വെള്ളനാട് ശശി പാർട്ടി മാറിയതിന് സമാനമായ തരത്തിൽ മുണ്ടേല മോഹനെയും പാർട്ടി മാറാൻ അദ്ദേഹം നിർബന്ധിച്ചിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കേണ്ടത്. പക്ഷെ അതിന് അദ്ദേഹം വിസമ്മതിച്ചു. അപ്പോൾ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നീട് അത് അഭിപ്രായ വ്യത്യാസങ്ങളായി. അതിനുശേഷമാണ് വെള്ളനാട് ശശിക്ക് ഈ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന വലിയൊരു തുക അത് പിൻവലിക്കാൻ ശ്രമിച്ചു. അത് ആ പണം മുഴുവൻ പിൻവലിച്ചെടുത്തു. ആ ഡെപ്പോസിറ്റ് മുഴുവൻ പിൻവലിക്കുകയായിരുന്നു. സമാനമായ തരത്തിൽ വെള്ളനാട് ശശിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റ് ആളുകളെ കൊണ്ടും ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിപ്പിച്ചു എന്നാണ് ഈ കുടുംബം പറയുന്നത്. അത് ഒരു വ്യാജ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് വലിയ തരത്തിൽ മുണ്ടേല മോഹന്റെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അദ്ദേഹം വിശദീകരണവുമായി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ അതിന് പോലും വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നും കുടുംബം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുണ്ടേല സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.